ശരിക്കും ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലേ? ശരിക്കും പറ്റിക്കുന്നതാണ്. ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ ഞാനും ഈ പറയുന്ന ഒരു പ്രാങ്ക് കോൾ പരിപാടി ഉണ്ടെന്ന് മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. ബേസിക്കലി RJ എന്ന് പറഞ്ഞാല് ഒരുപാട് സംസാരിക്കാൻ അറിയുന്ന ഒരാള് ഇങ്ങനെ വളവളവളാ സംസാരിച്ചോണ്ടിരിക്കണം, അങ്ങനെ അല്ല. എനിക്ക് പണ്ടോട്ടേ ഉള്ള ഒരു ഡൗട്ടാണ്, ഈ ലൈവ് പ്രോഗ്രാം ആക്ച്വലി അത് ലൈവ് ആണോ? ഓണർ പോലും ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് റെഡ് എഫ്എം കേൾക്കാതെ ഒരു 2 സെക്കൻഡെങ്കിലും നിന്ന് പോയിട്ടുണ്ട്. ആൾക്കാർക്ക് റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതിപ്പം റേഡിയോയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും. ദിസ് ഇസ് വെരി പേഴ്സണൽ. ആക്ച്വലി ഓണർ സ്റ്റുഡിയോയിൽ വരെ എനിക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. നമ്മളും നിങ്ങളെ പോലെ ഭയങ്കര ലോവസ്റ്റ് ഫേസിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ലൈഫ് ഇങ്ങനെ നമ്മൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൈക്കിലൂടെ പറയാം. ഇവർ ചെയ്തിട്ടുള്ള മൂവിയിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റാണെങ്കിൽ അടുത്ത എയറിലാണ്. പൃഥ്വിരാജിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ടോവിനോയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയാവോ അതിനെ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു വാക്കിന്റെ ഒക്കെ അർത്ഥമൊക്കെ അറിയുന്നതിന് മുന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടില്ല. വെഡിങ് ഷൂട്ടിന് പോകുമ്പോൾ ഈ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന റൂം വേറെയും നമുക്ക് തരുന്ന റൂം വേറെയൊക്കെ ആയിരിക്കും. ഒരു ആവറേജ് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ബന്ധുക്കൾ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ആയിരിക്കും അല്ലേ? കളർ മാറിപ്പോയതിന് പോലീസ് കേസ് കൊടുക്കുക. പോലീസ് ഇങ്ങോട്ട് ചോദിച്ചു അവന്റെ ഭാര്യ മാറിപ്പോയെന്നല്ല പറഞ്ഞു. വിത്തിൻ 24 hours കംപ്ലീറ്റ് എഡിറ്റഡ് ഫോട്ടോസ് ആ ഇവന്റിൽ നടന്ന എന്താണോ അത് അങ്ങ് കൊടുക്കും. ഇപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ബ്രൈഡൽ സീസണിൽ ഉണ്ടാക്കുന്ന കാശ് പുള്ളിക്കാരി പറഞ്ഞിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ എപ്പിസോഡ് ഫുള്ള് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വലിയൊരു എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ നമ്മൾ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. അത് പോയി കാണാം. സമയം ഒട്ടുമില്ലാത്ത ആൾക്കാരാണെന്ന് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റ് ആക്കിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് റെഡ് എഫ്എമ്മിന്റെ RJ ആയ RJ മനീഷയാണ്. മനീഷ ഒരു RJ മാത്രമല്ല, ഒരു മോഡൽ കൂടെയാണ്. മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ് ട്രാവൻകൂർ ആണ്, അതുപോലെ തന്നെ മിസ് ഇന്ത്യ ഇന്റർനാഷണൽ കേരളയുടെ വിന്നർ കൂടിയാണ്, ഒരു ബ്യൂട്ടിഫുൾ സ്മൈലിന്റെ ഓണറാണ്. അപ്പോൾ വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ RJ മനീഷ. താങ്ക് യു സോ മച്ച് ഹാവിംഗ് മീ. ഈ സിറ്റിയിൽ ഇത്രയും പ്രൊഫഷണൽസ് ഉണ്ട്. എന്താ പറയുക, ഒരു സിറ്റിയിൽ IT കാരൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ ഒരു IT എംപ്ലോയിയുടെ തലയിൽ വന്ന് വീഴുന്ന അറിയാം. പക്ഷെ RJയുടെ തല വീഴാനുള്ള ചാൻസ് വളരെ പുറത്തിറങ്ങാറേ ഇല്ല, അവരകത്ത് പൊതുവേ RJസിനെ നമ്മൾ വോയിസ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. കാർ ഓടിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ സംഭവം ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടുതലായിട്ട്. അല്ല, ബിക്കോസ് അല്ലാതെ എങ്ങനെ റേഡിയോ കേൾക്കണമെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ചില ചായക്കടകളൊക്കെ പോയിരിക്കുമ്പോൾ അവിടെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കാം. അല്ല, ഞാൻ തന്നെ ഇപ്പൊ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എപ്പോഴും 93.5 പ്ലേനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട്, ചേട്ടാ അത് ഞാനാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവര് നമ്മുടെ ശബ്ദം മാത്രമേ അറിയുള്ളൂ, അവരൊരിക്കലും നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇതാണെന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് ചോദിക്കും, ഓ അതാണല്ലേ, പേരൊന്നുകൂടെ പറയൂ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ കോളേജ് ശരിക്കും അത് ശരിക്കും ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലേ? ശരിക്കും പറ്റിക്കുന്നതാണ്. ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ ഞാനും ഈ പറയുന്ന ഒരു പ്രാങ്ക് കോൾ പരിപാടി ഉണ്ടെന്ന് മാത്രമേ എനിക്കും അറിയത്തുള്ളൂ ബേസിക്കലി. അപ്പൊ ഇവിടെ വന്ന് ആദ്യം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, സ്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് അത്ര എളുപ്പമുള്ള പണിയല്ല. ആൾക്കാർ വിചാരിക്കും ഒരു നമ്പർ നമ്മൾ തരികയാണ്, വിളിച്ചിട്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞാൽ അത് പറ്റിപ്പാവില്ല. പിടിച്ചു നിൽക്കണം, ഒരു ഗ്രിപ്പ് വേണം, അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് നല്ലോണം കിട്ടും. അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണം. കിട്ടുന്നുണ്ട്, കിട്ടി എത്ര തവണ ഞാൻ എയറിലായിട്ടുണ്ട്. ഇല്ല, നമ്മൾ കട്ട് ചെയ്യാതിട്ടുണ്ട്. ബീപ്പ് സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് അങ്ങ് ഇടാറുണ്ട്. ആക്ച്വലി ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം അല്ല. നമുക്കൊരു രജിസ്റ്റർ ഉണ്ട് ആക്ച്വലി. ഇതിൽ ഡെയിലി കോള് വന്നുകൊണ്ടിരിക്കുക, ഇന്ന ആളെ വിളിച്ച് പറ്റിക്കണം എന്ന് അവർ പറയാ, വേണ്ടപ്പെട്ട ആൾക്കാരെ, ഭാര്യനെ, മക്കളെ. അപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ നമ്പർ തരാവേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന രജിസ്ട്രേഷൻസ് ആണ് നമ്മൾ ആക്ച്വലി വിളിക്കുന്നത്, അല്ലാതെ നമുക്ക് തോന്നിയ നമ്പർ എടുത്ത് വിളിക്കുകയല്ല. സോ വിത്ത് പ്രയർ അപ്രൂവൽ, അവരുടെ പെർമിഷനോടുകൂടി ഈ ഒരു വിക്ടിമിനെ നമ്മൾ ചെയ്യുന്നതാണ്. ലാസ്റ്റ് അവരോട് പറയുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ദെൻ ഓൾസോ ദെർ ആർ പീപ്പിൾ ലൈക്ക് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അല്ല, മോസ്റ്റ് ഓഫ് ദ റേഡിയോസ് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ പലർക്കും ഇപ്പോൾ അതൊരു പ്രാങ്ക് കോൾ എന്നുള്ള നിലയ്ക്ക് ചിലർ അത് അങ്ങനെ എടുക്കുമായിരിക്കും, ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ചില സമയം ആൾക്കാരെ വിളിക്കുമ്പോൾ ഇവർ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ എടുക്കുന്ന കോൾസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ മേക്ക് ഷുവർ അവർ ഓക്കെ എൻവയോൺമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ അടുത്തൊരു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ഷോറൂമിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു പെൺകുച്ചിനെ വിളിച്ചിട്ട് അപ്പോൾ ആ കുട്ടി എന്തോ വണ്ടി ഡെലിവറി കൊടുത്തോണ്ടിരിക്കുന്ന
പോകുന്നതിനിടയ്ക്ക് എന്തോ ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു എന്തൊക്കെയോ പറഞ്ഞ് അതിനെ പ്രാന്ത് പിടിപ്പിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ഞാൻ ആയിരിക്കണം. ആ കുട്ടി ഫോൺ വെച്ചിട്ട് പോവോ എന്തോ ചെയ്തു. കോള് വെച്ചിട്ട് പോയി നമ്മൾ വിടത്തൊന്നും ഇല്ല കേട്ടോ, പുറകിൽ വിളിച്ച് വീണ്ടും ചുരണ്ടി പറ്റിക്കും. യെസ്. സോ ബേസിക്കലി ഇത് ഫണ്ണായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇറ്റ്സ് നത്തിങ് സീരിയസ്. ആരെയും മനഃപൂർവ്വം ഹാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊന്നുമില്ല. അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ലൈറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഒത്തിരി നിങ്ങളുടെ ഇത് മാത്രമല്ല ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകളും വരുന്നുണ്ട്. നമ്മൾ അതിന് ആക്ച്വലി ഓരോ പേര് വിളിച്ച സെഗ്മെന്റ്സ് പോലെയാണ് ആക്ച്വലി പോകുന്നത്. ഡ്യൂഡ് ആൻഡ് ബഡി എന്നൊക്കെ പറയും. ഡ്യൂഡ് ആൻഡ് ബഡിയിൽ ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ നമ്മൾ രണ്ട് കഥാപാത്രങ്ങളിലൂടെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഇപ്പോൾ പലപ്പോഴും പല ജോലിയും ചെയ്യുന്നത്. എല്ലാവരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ. അതെ, അങ്ങനെ എല്ലാവരും അറിയാറില്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓപ്പണിംഗ് വരുന്നത് കൂടുതലും ഒന്നുകിൽ ഇതുപോലെ മീഡിയാസ് വഴിയായിരിക്കും വരിക. അല്ലാതെ ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കാറുണ്ടോ? നമ്മൾ ആക്ച്വലി നമ്മുടെ ഒഫീഷ്യൽ പേജിൽ ഇഫ് ദർ ഇസ് എൻ RJ റിക്രൂട്ട്മെന്റ് നമ്മൾ അതിൽ ഇടാറുണ്ട്. ഇങ്ങനെ ഇന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ RJന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. RJസിന്റെ പേജിൽ തന്നെ നമ്മളിങ്ങനെ നോക്കാറുണ്ട്, വി ആർ ലുക്കിംഗ് ഫോർ എൻ RJ. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കൻസ് നമുക്ക് വരാറുണ്ട്. അതിൽ നിന്നും ബെസ്റ്റൊക്കെ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല, നമ്മുടെ ഹെഡിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് കയ്യിലുള്ള സംഭവങ്ങളാണ്. അപ്പം എല്ലാ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസിലും നമ്മൾ ഈ ഒരു RJ ഹണ്ട് എന്നൊക്കെ പറയില്ലേ, ഈ സംഭവം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടം വരെ കോളേജസിൽ പോയിട്ട് നമ്മൾ RJസിനെ എടുക്കുമായിരുന്നു. ആ ക്രൗഡിൽ നിന്ന് നമ്മൾ കൂട്ടത്തിൽ നല്ലോണം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാർക്ക്. അതും ഞാനും RJ ആയി ഇവിടെ റെഡ് FM-ൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചൊരു കാര്യമായിരുന്നു. എനിക്കും ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. RJ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ഇങ്ങനെ വളവളവളാ സംസാരിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ അല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ RJ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിത്തിൻ ഒരു 1 മിനിറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ RJ സംസാരിക്കുന്ന നമ്മൾ ലിങ്ക് എന്ന് ആക്ച്വലി പറയുക. ഈ ലിങ്ക് 1 മിനിറ്റിന്റെ ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒരു RJ സംസാരിക്കുക 1 മിനിറ്റ് ആയിരിക്കും. ഈ 1 മിനിറ്റിൽ അന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റ് അറിയണം. ആ ടെക് അപ്ഡേറ്റും അടുത്തൊരു ടോപ്പിക്കായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരാൻ പോകുന്ന പാട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. സോ എവറിത്തിങ് ഹാസ് ടു ബി ഡൺ വിത്തിൻ ദിസ് 1 മിനിറ്റ്. അത് കുറച്ച് ചടങ്ങാണ് കേട്ടോ. അപ്പം സ്റ്റിൽ ഐ ആം ലേണിംഗ് എന്നേ ഞാൻ പറയുള്ളൂ. ഐ എം നോട്ട് എ പ്രോ ഇൻ ദിസ് ഈവൻ നൗ. പക്ഷേ ഇത് വന്ന് പഠിച്ച ഒരു സംഭവമാണ്. RJ എന്ന് പറയുമ്പം പുറത്ത് ഒരുപാട് സംസാരിക്കേണ്ട ആളല്ല. ഇപ്പം എനിക്ക് തന്നെ ഇവിടെ നമ്മുടെ റെഡ് FM-ൽ തന്നെ കാർത്തിക് എന്ന് പറഞ്ഞ ആള് അവനധികം സംസാരിക്കുന്ന ആളൊന്നും അല്ല. ഈസ് കൈൻഡ് ഓഫ് എൻ ഇൻട്രോവേർട്ട്, ബട്ട് സ്റ്റിൽ ഈസ് എ വെരി ഗുഡ് RJ. അപ്പം അത് സ്റ്റുഡിയോയ്ക്കുള്ളിൽ ആ 4 ചുമരുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ തോട്ട്സ് എങ്ങനെയാണോ കൺവേ ചെയ്യാൻ പറ്റുന്നത്, ഐ തിങ്ക് ദാറ്റ് മസ്റ്റ് ബി എ ഗുഡ് RJ. ഇതിപ്പോൾ RJ ഹണ്ട് വന്നു, അതിലോട്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം സ്കില്ല് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കും? ഇതിനങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാനിതൊരാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനും അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷനോട് വന്ന ആളൊന്നും അല്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ബേസിക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ആവശ്യമുണ്ട്. അതല്ല, RJക്ക് വേണ്ട ഒരു RJ കോഴ്സ് അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ആരും, ഇവിടുത്തെ സ്റ്റേഷൻസിൽ ആരും അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോപ്പിക്ക് തരാണെങ്കിൽ ഒരു ബേസിക് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഈ പറയുന്ന കാര്യം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊരു എലമെന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമാജിനേഷൻ അത് ഭയങ്കര. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ പറയണം. അപ്പോൾ അത് അവരുടെ തലയിൽ ഫീഡ് ചെയ്യാന്നുള്ള ഒരു കഴിവ്, കഥ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാന്നുള്ളത്. ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, പക്ഷെ അതിലൊരു ഫൺ എലമെന്റ് നമ്മൾ കൊണ്ടുവന്ന് പറയാൻ പറ്റുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മേ ബി യു കെൻ ഗിവ് എ ഷോട്ട്. പിന്നെ സ്പോട്ടിൽ ഒരു ടോപ്പിക് സംസാരിക്കാൻ പറ്റണം, സ്പോട്ടിൽ പറയണം. പിന്നെ ചില സമയം നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും കേട്ടോ. എല്ലാ സമയവും നമ്മൾ ലൈവായിട്ട് പറയണം അങ്ങനെയൊന്നുമല്ല, നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഷോയ്ക്ക് നമ്മൾ കയറുന്നതിന് മുന്നേയും അന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകണം എന്നുള്ള ഫാബ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. റേഡിയോ ടേംസിൽ അതിനെ ഫാബ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ കാര്യം എന്താണ് പറയുന്നത്, ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്, ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്, ഇന്ന് ആരാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്, അല്ല നമ്മളെല്ലാം ആലോചിച്ചിട്ട് അതിനെ ബേസ് ചെയ്തൊരു സംഭവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ സീസണൽ ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓണം ആണെങ്കിൽ ഫുൾ നമ്മൾ ഓണം ബേസ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സ്പോട്ടിൽ പറയുന്നത്. യെസ്.
എനിക്ക് പണ്ടോട്ടേ ഉള്ള ഒരു ഡൗട്ടാണ് ഈ ലൈവ് പ്രോഗ്രാം ആക്ച്വലി അത് ലൈവ് ആണോ? ആക്ച്വലി അത് ലൈവ് തന്നെയാണ്. യെസ്, ലൈവ് തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്കത് ഇപ്പം എന്താ പറയുക, ഒരു സോങ്ങിന് മുന്നേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്തിടാനായിട്ട് പറ്റും. കാരണം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പം എനിക്ക് ഡൗട്ട് ചെയ്താണ് സംഭവം. ഇപ്പം ഒരു കോൾ കഴിഞ്ഞിട്ട് ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത കറക്റ്റ് ആൾ ആ സമയം എപ്പോൾ അങ്ങനെ വിളിക്കുന്നത്? അല്ല, ഫോർ എക്സാമ്പിൾ അത് നമ്മൾ ഇടുന്ന പോലെ ഇരിക്കും. ഇപ്പം ഒരു ലിങ്ക് നേരത്തെ പറയണ ഒരു RJ ടോക്ക് കഴിഞ്ഞിട്ട് റെഡ് FM സംബന്ധിച്ചിടത്തോളം 8 കൂട്ടം പാട്ട് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. 8 പാട്ടുകളാണുള്ളത്. ഈ 8 പാട്ടുകൾക്കിടയ്ക്ക് നമുക്കൊരു 2 കോളെങ്കിലും മിനിമം എന്തായാലും എടുക്കാൻ പറ്റും. അപ്പോൾ അവർ വിളിക്കുന്നു, നമ്മൾ വിളിക്കാൻ പറയുന്നു, നമ്പർ കൊടുക്കുന്നു, അവർ വിളിക്കുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ എഡിറ്റ് ചെയ്തിടുന്നു. സോ RJക്ക് ആ ഒരു സ്പീഡ് ഉണ്ടാവണം. ഇത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് കോളിൻ്റെ ഏതൊക്കെ പോർഷൻസ് നമ്മൾ എയർ ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സ്കിൽ എന്തായാലും ഉണ്ടാവണം. പയ്യെ പയ്യെ വി വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. യാ, കോളൊന്നും ലൈവ് അല്ല. കോളൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു വിടാറുള്ളൂ. ബാക്കി എവറിത്തിങ് ഇസ് ലൈവ്. യെസ്, ലൈവ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഗ്യാപ്പ് മുമ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. യെസ്, ഇതൊരു പ്രൊഫഷൻ ആണല്ലോ. അതിൽ നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു വോയിസ് ആർട്ടിസ്റ്റ് പോലെയാണ് ഇതിനകത്ത് വരിക. കാര്യം വോയിസിലൂടെയാണ് നമ്മളെ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഇമാജിനറി എന്ന് പറഞ്ഞ ആൾക്കാരെ ഇമാജിൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ. അപ്പം അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുണ്ടോ, അതോ ചെയ്ത് പഠിച്ചതാണോ? ഐ തിങ്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലൈഫ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ മിസ്റ്റേക്സ് വരുത്തി ആ മിസ്റ്റേക്ക് ഒന്ന് പഠിച്ച് അങ്ങനെയല്ലേ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജോബ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഐ മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. ഓൺ എയർ പോലും ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് റെഡ് FM കേൾക്കാതെ ഒരു 2 സെക്കൻഡെങ്കിലും നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ കരുതി ജോലി പോയി എന്നാ ഞാൻ കരുതി. കാരണം അറിയാതെ എൻ്റെ കയ്യോ കാലോ തട്ടിയിട്ട് ഓൺ എയർ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റേഡിയോയിൽ ഇത് പുറത്ത് വന്നുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. എന്നിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ആ മൊമെൻറ്റ് തൊട്ട് നെക്സ്റ്റ് ടൈം ആ സ്വിച്ചിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ പേടിക്കാറുണ്ടായിരുന്നു ഇതെങ്ങാനും ഓഫായി പോയാലോ എന്നുള്ളത്. സോ ലൈക്ക് വൈസ് നമ്മളെല്ലാം ചെയ്ത് തന്നെയാണ് പഠിക്കുക. പിന്നെ ഐ എം വെരി ഹാപ്പി ദാറ്റ് എനിക്ക് നല്ല കൊളീഗ്സ് ഉണ്ടായിരുന്നു. ദേ യൂസ് ടു ടെൽ മീ സർട്ടൺ തിങ്സ്. അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. വൺ തിങ് ദാറ്റ് ഹാവ് ഹെൽപ്പ് മീ ഈസ് ലൈക്ക് ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഫ്രം പണ്ട് തൊട്ടേ ഇതിലൊന്നും വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ നോക്കും, ആൾക്കാരെ നോക്കിയിട്ട് ഞാൻ പഠിക്കും. ചിലതെനിക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കും, വേണമെങ്കിൽ ഞാൻ തള്ളിക്കളയും. അപ്പോൾ അതുപോലെ ഇവർ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കാറുണ്ട്. ചില സമയം എനിക്ക് ആൾക്കാരോട് ചോദിക്കുക ഒരു മടിയാണ്, എന്താന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കില്ല, പക്ഷെ ഞാൻ നോക്കും. ഇപ്പം പലരും ചെയ്യണ ഞാൻ കണ്ട് അവരുടെ അത്ര സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കൊച്ചിയിൽ എനിക്കൊരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്നെ ഹയർ ചെയ്തതിന് ശേഷം. അപ്പോൾ അവിടുത്തെ RJs ഒക്കെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അത് കണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. സോ ഐ തിങ്ക് ദാറ്റ്സ് ഹൗ വി ഡു ഇറ്റ്. ഈ RJ ആവാനായിട്ട് നേരത്തെ ചോദിച്ച പോലെ ഒരു ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, ബേസിക് ഡിഗ്രി മതി. അതുപോലെ തന്നെ ഏജ് ഇതിനൊരു പ്രശ്നമാണ്. ഡിപ്പെൻസ് ഓൺ ദി സ്റ്റേഷൻ ദാറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ. ലൈക്ക് ചില ആൾക്കാർ അതൊരു ഏറ്റവും കൂടുതൽ ആൾക്കാർ യങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഹയർ ചെയ്യാൻ. ബിക്കോസ് ആ ഒരു ലൈവ്ലി ഫീൽ കീപ്പ് ചെയ്യാനായിട്ട്, ഒരു വൈബ്രൻസ് കീപ്പ് ചെയ്യാനായിട്ട് യങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഒരു കഴിവുണ്ടാവുള്ളൂ. കുറച്ചുകൂടി ഏജ് ആയി കഴിഞ്ഞാൽ ദേ മൈ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് മോർ time to think, to analyze അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ റേഡിയോ സ്റ്റേഷൻസ് യങ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു 21+ ആൾക്കാരെയൊക്കെ മോസ്റ്റ്ലി എടുക്കും. 30, 36, 35, 40 ഒക്കെ പോകും കേട്ടോ. അവസരമുണ്ട്. ശരിക്കും എത്ര വയസ്സായി? പിന്നെ പണ്ടോട്ടേ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരിവിടെ തന്നെ ഇരിക്കുന്നത്. റേഡിയോയിൽ നമ്മൾ വി ആർ വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് ജോബ്, സോ വി ബി ഹിയർ. RJ ആയിരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം വൊക്കാബുലറി ആണ് അല്ലേ? വൊക്കാബുലറി, ആ വാക്കുകൾ ഇങ്ങനെ അമ്മാനമാടാനുള്ള ഒരു കഴിവാണ്. അപ്പം നിൽക്കുന്ന നിപ്പിൽ ഇതുപോലെ വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ, അങ്ങനെ എന്തെങ്കിലും ചെറിയ വാക്കുകൾ ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ? മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ സിനിമയിൽ എന്തെങ്കിലും ഡയലോഗ് എടുക്കാനായിട്ട് ഞാൻ പേഴ്സണലി ശ്രമിക്കാറുണ്ട്. കയ്യിൽ നിന്ന് പോകും കേട്ടോ. കയ്യിൽ നിന്ന് പോയി ബ്ലാങ്ക് ഔട്ട് ആവുന്ന സമയത്ത് അതായത് രമണ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ തൽക്കാലം പിടിച്ചു നിൽക്കാനായിട്ട് നോക്കും. അങ്ങനെ എന്തെങ്കിലും നുറുങ്ങ് വഴികൾ കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓരോ RJസും ഒരു സ്റ്റുഡിയോയിനകത്ത് ഇരിക്കുന്നതും സംസാരിക്കുന്നതും അവരുടേതായ രീതിയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ച എൻ്റെ രീതിയിലാണ്. അപ്പം ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വേറെ ആൾക്കാർ വരണം. അപ്പം എനിക്ക് ഒരു നുറുങ്ങ് വഴിയായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്, കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഡയലോഗ് കംപ്ലീറ്റ്ലി ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് എന്താണ് ഒരു സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്കിൽ എന്താണോ അതിനനുസരിച്ച്. ഇപ്പോൾ
ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഓരോ ഫോട്ടോഗ്രാഫറിന്റെ സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതെ, കംപ്ലീറ്റ്ലി അതുപോലെ തന്നെയാണ്. പിന്നെ ചില സമയം തെറ്റിയ സോറി പറയുന്നതിന് ആൾക്കാർക്ക് റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതിപ്പം റേഡിയോയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഒറിജിനൽ കോണ്ടന്റിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റേഡിയോയിൽ ഒരു RJ തെറ്റ് പറഞ്ഞു, അയ്യോ സോറി കേട്ടോ 1 സെക്കൻഡ്, അതാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ഷൻ വിൽ ബി ദേർ വിത്ത് ആൻ RJ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് മൈൻഡ് സേയിങ് സോറി ഓർ അപ്പോളജൈസ്. ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ ഐ വിൽ സേ ദാറ്റ്. നമ്മളിപ്പം RJ ആയിരിക്കുമ്പോൾ ത്രൂ ഔട്ട് ആ ഒരു എല്ലാ ദിവസവും നമ്മൾ ഒരേ എനർജിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരേ എനർജി കൊണ്ടുപോകണം. പക്ഷെ പേഴ്സണൽ ലൈഫിൽ സം ഡേയ്സ് യു മൈറ്റ് ഹാവ് ഗുഡ് ഡേയ്സ്, സം ഡേയ്സ് യു മൈറ്റ് ഹാവ് ബാഡ് ഡേയ്സ്. പക്ഷെ അപ്പം ഈ സാധനം ഹൗ ഡു യു മാനേജ് വെൻ ഇറ്റ് കംസ് ടു വർക്ക്? I don't know. I mean, that's very difficult. ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് ബീങ് ആൻ RJ അത് ഇത് തന്നെയായിരിക്കും. കാരണം we all have a lot of problems in our life. അപ്പം ഇതിൻ്റെ കൂടെ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് ഷോയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഫുൾ വൈബ്രൻസിൽ പെർഫോം ചെയ്യാന്ന് ക്വയറ്റ് ചാലഞ്ചിങ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് മൈക്ക് ഓൺ ചെയ്ത് ഓൺ എയർ പോകാതെ കാണുമ്പം ടച്ച് വുഡ് ഇതുവരെ എനിക്ക് ഫംബിൾ ചെയ്യേണ്ട പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഐ ഡു സ്പീക്ക് ഔട്ട്. ചില സമയങ്ങളിൽ ദിസ് ഇസ് വെരി പേഴ്സണൽ ആക്ച്വലി. ഓൺ എയർ സ്റ്റുഡിയോയിൽ വരെ എനിക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബിക്കോസ് ഐ വാസ് ഹാവിങ് സർട്ടൺ അതർ പ്രോബ്ലം. ആ ദിവസം രാവിലെ ഞാൻ വേറെ എന്തോ പ്രശ്നം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണി, മൈ ഷോ വാസ് ലൈക്ക് 2 മണി തൊട്ട് 5 മണി വരെ. സോ ഒരു 1:55 ആയപ്പോൾ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ തണുത്ത് ഐ സ്റ്റാർട്ടഡ് ടു ക്രൈ ഓൾമോസ്റ്റ്. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുക എപ്പോൾ കയറണം, ലിങ്ക് ഇപ്പോൾ പോകണം, എന്ത് ചെയ്യണം എനിക്കറിയില്ല. പക്ഷേ കണ്ണൊക്കെ തുടച്ചിട്ട് വി ജസ്റ്റ് സ്പോക്ക് ഔട്ട്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഡിഡ് ദാറ്റ്. പക്ഷേ ദിസ് ഹാപ്പൻസ് ഓൾവേസ്. പിന്നെ പെട്ടെന്നൊരു ഹെൽപ്പിന് വേണമെങ്കിൽ യു ക്യാൻ സ്പീക്ക് ടു സംബഡി. അവിടെ എല്ലാവരും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ ഫോൺ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആരെങ്കിലൊക്കെ വിളിച്ച് ഞാനിങ്ങനെ എന്നെ 2 ചീത്ത പറഞ്ഞ് ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ എനർജിയിൽ ഞാൻ ഷോയ്ക്ക് പെട്ടെന്ന് കയറാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിയൽ ആണെങ്കിലും എനർജി എപ്പോഴും ഓക്കെ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളും നിങ്ങളെ പോലെ ഭയങ്കര ലോവസ്റ്റ് ഫേസിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ലൈഫ് ഇങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൈക്കിലൂടെ പറയാം. പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മളും റിയലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ, നമുക്ക് അത് ലൈറ്റായിട്ട് എടുക്കാം എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്ന അപ്പോഴാണ്. വേറൊരു ക്വാളിറ്റി RJസിന് വേണ്ടത് ലൈക്ക് അപ്ഡേറ്റഡ് അബൌട്ട് എവരിതിങ്. കാര്യങ്ങളെല്ലാം സമകാലസ്ഥിതി ബോധം എന്ന് പറയുന്ന സാധനം വേണം അല്ലേ? ഹൗ ഡു യു റിസർച്ച്? എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് എല്ലാ ദിവസവും പത്രം വായിക്കുമോ അതോ എന്താണ് സംഭവം? ആക്ച്വലി സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ട് ഞാൻ പത്രം ഡെയിലി മോർണിംഗ് വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് പത്രം വായിക്കത്തൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ പത്രത്തിനേക്കാളും കൂടുതൽ വിരൽത്തുമ്പിലെ ന്യൂസ് എല്ലാം വരുന്നതുകൊണ്ട് ഐ ഡു ഫോളോ സർട്ടൺ പേജസ്, സർട്ടൺ ചാനൽസ്, വെബ്സൈറ്റൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യും. ബേസിക് അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് അത് വലിയ കുഴപ്പം വരാറുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരും, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ് നമ്മുടേതായ ഒരു ഫീൽഡ് ഓഫ് റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിവ് കിട്ടും. യെസ്. ഇപ്പം പലരുടെയും ധാരണ ഇപ്പം ഇതൊരു പാർട്ട് ടൈം ജോബ് പോലെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതുണ്ട്. എനിക്ക് തന്നെ അറിയില്ല ഇത് എത്ര ടൈമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം അത് ഇപ്പം പുതുതായിട്ടുള്ള ഒരാൾ ഇതിനെപ്പറ്റി വരുമ്പോൾ അതിൽ എപ്പോഴും വിചാരിക്കുന്ന RJs അല്ലെങ്കിൽ ഈ VJs എന്നൊക്കെ പറയുന്നത് ഒരു ആങ്കറിങ് എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബാണ്. നമുക്കൊരു 9 to 5 അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ കമ്മിറ്റഡ് ആയിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ സത്യത്തിൽ? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. ഞാൻ മോർണിംഗ് 9:30 പോയി ഓഫീസിൽ പഞ്ച് ചെയ്യും. എൻ്റെ ഡ്യൂട്ടി ടൈം ടിൽ 6:30 ആണ്. നോർമലി ഏതൊരു IT എംപ്ലോയിയും വർക്ക് ചെയ്യുന്ന പോലെ അത്രയും ഒരു 8 hour ഷിഫ്റ്റ് നമ്മളും എടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് വരുന്ന RJs അഗെയിൻ ദേ ഹാവ് ടു കവർ another 8 hours. ഇതാണ് വർക്കിംഗ് ടൈം. പിന്നെ നമ്മുടെ ഷോ 3 മണിക്കൂറേ വരുന്നുള്ളൂ. എൻ്റെത് 2 മണി തൊട്ട് 5 മണി വരെയാണ് എൻ്റെ ഷോ വരുന്നത്. അപ്പോൾ ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പണികളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. ഈ പറയുന്ന പോലെ ഈ 2 മണിക്ക് ഷോ കയറുകയാണെങ്കിൽ അതിന് മുന്നേ കാര്യങ്ങൾ ഫാബ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ പറയുന്ന റിസർച്ചൊക്കെ സാധാരണ ആൾക്കാർക്ക് വെറുതെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലിയാണത്. സോ നമ്മൾ രാവിലെ ഓഫീസിൽ പോയിട്ട് ഈ ന്യൂസ് ചാനൽസ് കാണുക, യൂട്യൂബ് കാണുക, വാട്ട് ഈസ് കറൻ്റ്ലി ഗോയിങ് ഓൺ, ട്രെൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ നമ്മൾ മോർണിംഗ് ടൈമിൽ ചെയ്യും. പിന്നെ വരാനുള്ള സാധ്യത ഏതെങ്കിലും ഇൻ്റർവ്യൂസ് വരാം. സെലിബ്രിറ്റീസ് ക്യാൻ വർക്ക് ഇൻ ദി സ്റ്റുഡിയോ. അപ്പോൾ ആ മൂവീനെ കുറിച്ച് പഠിക്കുക, കാസ്റ്റിനെ കുറിച്ച് പഠിക്കുക. ഇവർ ചെയ്തിട്ടുള്ള മൂവിയിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റാണെങ്കിൽ അടുത്ത എയറിലാണ്. സോ ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ബിഗസ്റ്റ് ജോബ്. അപ്പോൾ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ ദാറ്റ് മൈറ്റ് ടേക്ക് ഒരു 1 to 2
hours അതിൻ്റെ ക്യാമറ സെറ്റപ്പ്. RJ does everything കേട്ടോ. നമ്മൾ തന്നെ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, എവറിത്തിങ് വി ഡു ബൈ അവർ സെൽസ്. അപ്പോൾ അതൊരു പരിപാടിയാണ്. പിന്നെ ഈ റോങ് നമ്പറിൻ്റെ പ്രിപ്പറേഷൻസ് അത് എടുക്കണമെങ്കിൽ അത് ചെയ്യും. ഇനി ഇതും കൂടാതെ RJ ഒരിക്കലും സ്റ്റുഡിയോയിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. വി ഗോ ടു ഗ്രൗണ്ട് ഓൾസോ. നമ്മൾ പുറത്ത് പോയി ആക്ടിവിറ്റീസ് ചെയ്യും, ക്ലയൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യും. ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ തന്നെ കുറേയധികം പരിപാടികൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ കുറേ വർക്ക് ഉണ്ട് ആസ് യു നോ. അപ്പോൾ അതൊക്കെ ചെയ്യാന്നതിൻ്റെ പാരലലി നടക്കുന്ന കാര്യമാണ്. സോ നല്ല പിടുപ്പത് പണിയുണ്ട് അതിനകത്ത്. യെസ്. അപ്പോൾ ഇതൊരു പാർട്ട് ടൈം ജോലിയല്ല, ഫുൾ ടൈം ആയിട്ടുള്ള ജോലി തന്നെയാണ്. ഈ ഒരു ജോലിയുടെ പ്രത്യേകത ലൈക്ക് നാട്ടുകാർക്കെല്ലാം നമ്മളെ അറിയാം. അതെ. അപ്പൊ നമുക്ക് ബേസിക്കലി വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്തും യു ഹാവ് ടു ആക്ച്വലി മെയിൻറ്റെയിൻ ദാറ്റ് ഒരു പബ്ലിക് ഫിഗർ. അതെങ്ങനെ, ഹൗ ഡു യു മാനേജ് ദാറ്റ്? I don't know. Am I the right person to say about that? കാരണം ഞാൻ അകത്തും പുറത്തൊക്കെ ഇങ്ങനെ തന്നെയാണ്. ലൈക്ക് യു പീപ്പിൾ നോ മീ. ഞാനത് ചില ആൾക്കാർ പറയാം ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചില പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ മെനി ഓഫ് മൈ ഫ്രണ്ട്സ് കം ആൻഡ് ആസ്ക് മീ ലൈക്ക് നിനക്കിപ്പോൾ ഒരു പബ്ലിക് ഫിഗർ അല്ലേ, നീ ഇതിനെപ്പറ്റി ഇപ്പോൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷേ എൻ്റെ ശരിയിൽ അത് ചെറിയ ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. പിന്നെ നമുക്ക് ഒരു ഫേക്ക്നെസ് ആണല്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇഫ് യു ആർ ട്രൂ you don't have to maintain yourself, you just have to remain that way. അതുകൊണ്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല. കള്ളത്തരം കാണിച്ചാൽ ഞാൻ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ, അത്രയേ ഉള്ളൂ. യെസ്. ഒരുപാട് പബ്ലിക് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫീൽഡിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് എല്ലാവരും തിരിച്ചറിയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ മനീഷയെ സംബന്ധിച്ച് അത്യാവശ്യം കുറച്ചൊരു ഇൻഫ്ലുവൻസർ ലെവലിൽ കൂടെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ കുറച്ച് ആക്റ്റീവാണ്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഒരു മോഡലാണ്. ഈ ഒരു ഫീൽഡ് നിൽക്കുന്നത് കൊണ്ട് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണോ, ഇതുവഴി നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതാണോ, അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എന്താണോ? എനിക്ക് പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് ഞാൻ റെഡ് എഫ്എമ്മിൽ വന്നത് തൊട്ട് എനിക്ക് അഡ്വാൻറ്റേജസ് കുറേ അധികം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ ലെവലിൽ തന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ശബ്ദം കൊണ്ട് എത്തുവാണെങ്കിൽ പോലും ചില ആൾക്കാർ നമ്മളുടെ ശബ്ദം ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഫേസ് അതിലൂടെ റെക്കഗ്നൈസ് ആവുകയാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം ഇപ്പോൾ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ക്ലയൻറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും, പിന്നെ ഇപ്പോഴത്തെ റേഡിയോ എന്ന് പറഞ്ഞാൽ മൈക്കിന് മുന്നിൽ മാത്രമല്ല, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കൂടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ വി ആർ വെരി മച്ച് ആക്റ്റീവ് ഇൻ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, എല്ലാത്തിലും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ആർജിസും ചെയ്യണം എന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ചെയ്യുന്നുണ്ട്. പല കോണ്ടന്റ്സും ആയിരിക്കും കേട്ടോ. ഈ പ്രാങ്ക് കോൾസ് വരെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതുകൊണ്ട് അത് തന്നെ വലിയൊരു ഫേസ് പബ്ലിസിറ്റിക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിലൂടെ ആൾക്കാർ അറിയുന്നുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് കുറേ ഗെയിൻ ഉണ്ട്. കാരണം ഈ റെഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു RJ ആണ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ പോസിറ്റീവ്ലി ഞാനത് മാക്സിമം, കാരണം ഉള്ളത് നമ്മൾ ഉപയോഗിക്കണമല്ലോ, അത് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. സോ ഉള്ള ടൈം അത് പോസിറ്റീവ് രീതിയിൽ അത് ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്തായാലും. ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വൺ ഓഫ് ദ പേർക്സ് എന്താണ്? ലൈക്ക് പൃഥ്വിരാജിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ടോവിനോയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ ഇല്ലാത്ത നമ്പേഴ്സ് ഒക്കെ ആക്ച്വലി ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന സംഭവം എന്നല്ല. പക്ഷെ രാജുവേട്ടൻ്റെ നമ്പറൊക്കെ ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കണോ വേണ്ടിയോ. പക്ഷെ ഞാൻ ഇതുവരെ അയച്ചില്ല. ഐ തിങ്ക് ഒരു തവണ ഹാപ്പി ബർത്ത്ഡേ അയച്ച് പുള്ളി മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി, കയ്യിലുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ചില കോണ്ടാക്ട്സ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായിരുന്നു. കാരണം പണ്ടാണെങ്കിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത് സെയിൽസിലായതുകൊണ്ട് ഞാൻ എപ്പോഴും നെറ്റ്വർക്കിങ്ങിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മീഡിയയ്ക്കുള്ളിൽ കുറച്ചുകൂടി ഒരു ഇത് ബിൽഡ് ചെയ്ത് വരാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോഴും ബഡ്ഡിങ് അപ്പ് ആണ്, ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. അപ്പോൾ അതെനിക്കൊരു പേർക്കായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ പുറത്ത് നോക്കുമ്പോൾ നിനക്ക് അവരെ അറിയാമല്ലേ, നിനക്ക് ഇവരെ അറിയാമല്ലേ, ആ ഫോട്ടോ ഇട്ടില്ലേ എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഒരു ഇത്. പിന്നെ ഇതല്ലാതെ എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ ആൾക്കാർക്കൊരു ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു RJ ആണെന്ന് പറയുമ്പോൾ നമ്മളോടുള്ള അപ്രോച്ച് ഇസ് ക്വയറ്റ് ഡിഫറെൻറ്റ് ഓണസ്റ്റ്ലി. അപ്പോൾ അത് ഞാൻ അത്രയും റെസ്പെക്റ്റോടുകൂടി അവർ എന്നോട് കാണിക്കുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അതൊരു പേർക്ക് തന്നെയാണ്. ഈ ജോലി അല്ലായിരുന്നെങ്കിൽ വേറെന്ത് ചെയ്തേ? ഞാൻ ഒരു ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരാളൊന്നും അല്ല ഒരിക്കലും. ഞാൻ പഠിച്ചത് BTech ആണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ചെയ്ത ജോലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അത് തന്നെ രണ്ടും യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ അവിടെ എനിക്ക് സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വേറൊരു ഫീൽഡിലേക്ക് കിടന്നത്. പക്ഷെ കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയുടെ ഒരു പുതിയൊരു വേർഷൻ വന്നപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വന്നു. അപ്പം പയ്യെ ആ ഒരു കാറ്റഗറിയിലേക്കും കടന്നു. ഐ തിങ്ക് ഏതിലെങ്കിലും ഇങ്ങനെ നിന്നേനെ. പക്ഷെ എൻ്റെ വീട്ടുകാർക്കൊരു സാലറി കിട്ടുന്ന ഒരു ജോലി വേണം എന്ന് നിർബന്ധമായി
ആയതുകൊണ്ട് ഞാൻ മീഡിയയിൽ തന്നെ എൻറ്റപ്പ് ആയേനെ, അതെനിക്ക് ഉറപ്പാണ്. കാരണം അച്ഛൻ ചെറുതിലെ മീഡിയയിൽ ഉള്ളൊരാളായിരുന്നു. അപ്പം ഞാൻ പുള്ളീനെ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. ഈ ഷോസിന് പോവുക, അവാർഡ് ഫംഗ്ഷൻസിന് പോവുക. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെ പുള്ളി ഒരുപാട് മീഡിയയുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ലൈക്ക് അച്ഛന് കുറേ കണക്ഷൻസ് അവിടെ ഇവിടേക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ കാണാൻ. പിന്നെ നമ്മൾ ചില അവാർഡ് ഫംഗ്ഷനൊക്കെ പോകുമ്പം ചില ചേച്ചിമാർ ഈ വോക്കി ടോക്കിയൊക്കെ കൊണ്ട് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നടക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. സോ പിന്നെ ഞാൻ മീഡിയയിൽ എത്തിച്ചേർന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതാണ് എൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്നെ 101 ഡിഗ്രി പനിയായിരുന്നു, പക്ഷെ സ്റ്റിൽ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് പനിയില്ല. മനസ്സിലായില്ല. അപ്പം ഞാനൊരു ഫ്രണ്ടിനോട് പറയുന്നു, പക്ഷേ ഷീ വാസ് ടെല്ലിങ് മീ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറക്കും എന്ന് പറയുന്നത് അതായിരുന്നു. സോ ഐ തിങ്ക് മീഡിയയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു ഞാൻ. മേ ബി പൊതുവേ ഈ മീഡിയ എന്ന് പറയുന്ന ഏരിയയിൽ എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഒന്നുകിൽ ഭയങ്കര ഒരു സാലറി വാങ്ങുന്ന ആൾ, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാതെ തെണ്ടി തിരിഞ്ഞതിന്റെ പുറകെ നടക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് ഓരോ പ്രൊഫഷണൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോഴത്തേക്കും അത് വില കൊടുക്കുന്നവരും വില കൊടുക്കാത്തവരുണ്ട്. അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്റർടൈൻമെന്റ് മേഖലയിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും ഇത് ഫേസ് ചെയ്യാറുണ്ട്, പല സ്ഥലങ്ങളിലും പല രീതിയിലും. RJ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നത് ഭയങ്കര ഒരു ഹൈ പേയിങ് ജോബാണ് എന്നുള്ളത്. അടുത്തത് എന്താണ് കിട്ടുക എന്ന് ആർക്കും ഒരു ധാരണയില്ല. സാലറി ചോദിക്കുമല്ല, നമുക്ക് ഈ സാലറി കിട്ടുന്നത് എന്തോ ആയിക്കോട്ടെ, അതിനപ്പുറത്തോട്ട് നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓപ്പണായി കിട്ടുമോ എന്നുള്ളതും, അതുപോലെ അതിന് നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആണോ ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഫേമിലാണെങ്കിൽ പുറത്തുനിന്ന് വർക്ക് എടുക്കാനൊന്നും അധിക റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ ചില ബ്രാൻഡുകൾക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. കാരണം ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വർക്ക് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കമ്പനി പോളിസീസ് ആണ്. നമുക്കത് അനുസരിച്ച് ഒരു മീഡിയ ഒരു ചാനലുമായിട്ട് കോൺട്രാക്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിട്ട് ഒരു മോഡൽ, ഫോർ എക്സാമ്പിൾ ഒരു മോഡലിംഗ് ഏജൻസി ആണെങ്കിൽ നമ്മൾ ആഡ് ഫിലിംസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം മോഡൽസിന് നമ്മൾ ഏജൻസി ത്രൂ ആയിരിക്കും എടുക്കുക. അപ്പം ഏജൻസി കൊടുക്കുന്ന മോഡൽസിന് കോൺട്രാക്റ്റിലായിരിക്കും വരിക, പേയ്മെന്റ് നമ്മൾ ഏജൻസിക്ക് ആയിരിക്കും കൊടുക്കുക, മോഡലിനല്ല ചെയ്യുക. ഈ മോഡലിന് മറ്റ് ഏജൻസികളായിട്ടോ അല്ലെങ്കിൽ മറ്റിതുമായിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ അവർക്കില്ല, കോൺട്രാക്റ്റിലായതുകൊണ്ട്. അതുപോലെ ഇതൊരു എന്റർടൈൻമെന്റ് മേഖല ആയതുകൊണ്ട് എനിക്കിപ്പോൾ ആക്ച്വലി കുറേയധികം യൂട്യൂബ് ചാനൽസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ഇൻ്റർവ്യൂ വന്ന് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള യൂട്യൂബ്സ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലരും പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് മനീഷ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു ബ്രാൻഡിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമുക്ക് നമ്മുടേതായ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മുടേതായ ഒരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലിന് പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, വേറൊരു ചാനലിൽ പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ ഹയർ ലെവലിലൊക്കെ പോയിട്ട് നമ്മൾ അപ്രൂവലൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. അതൊക്കെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കമ്പനി പോളിസീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഏതൊരു കമ്പനിയിലാണെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് സാധനത്തിൽ പോയിട്ട് പണിയെടുക്കാൻ നമ്മളെ സമയമില്ലല്ലോ. സോ അത് അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബേസിക്കലി. അപ്പം അങ്ങനെയുള്ള ചെറിയ ഇതുണ്ട്. പക്ഷേ അതുണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ കൂടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഒരു RJയിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാതെ എൻ്റെ ഒരു ഹയർ ചെയ്തപ്പോൾ തന്നെ ഒരു ഇൻഫ്ലുവൻസർ കാറ്റഗറി അല്ലെങ്കിൽ പുറത്തുനിന്ന് വർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പെർമിഷൻ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പുറമേ നിന്ന് വരുന്ന വർക്ക് ആ പൈസ എന്തിനാണ് ഞാൻ കളയുന്നത്? 10 പൈസ എക്സ്ട്രാ കിട്ടിയാൽ നഷ്ടമുണ്ടോ? ഒരിക്കലും ഇല്ല. അതെ, ലംബോർഗിനി ഒന്നും ഇല്ലെങ്കിലും ബിരിയാണിയെങ്കിലും കഴിക്കാനുള്ളൊരു പൈസ ഉണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിനുള്ള പെർമിഷൻ നമ്മൾ ചോദിക്കാറുണ്ട്. പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്ത് തരാറുമുണ്ട്. സോ ഇതൊരു പൂൾ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് അതിനെ പിക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ബേസിക്കലി ഇരിക്കുന്നത്. അതിപ്പോൾ ഈ ഫേം മാത്രമല്ല, ഐ തിങ്ക് എവറിവെയർ ആ ഒരു പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം പറഞ്ഞാൽ അത്രയും എക്സ്ട്രാ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ടൈം എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് സംഭവമാണ്. അത് നിങ്ങൾക്ക് ഒരു മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുഴിയിലാക്കിക്കൊണ്ട് പണിയെടുക്കുന്നത് നിന്ന സ്ഥലം ചവിട്ടിത്താക്കരുതെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ വോയിസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാർ ഇത് ചെയ്യുന്നത്. ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
ഐസ്ക്രീം നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡ് ഉണ്ട് പാർവതി മാമിയോനോ, പുള്ളിക്കാരി എപ്പോഴും പറയും നീ വെള്ളിയാഴ്ച എന്ത് ഐസ്ക്രീം വേണോ കഴിച്ചു, നീ ശനി ഞായറുണ്ട് നിനക്ക് വയ്യാതെ അടക്കാൻ, പക്ഷെ വർക്കിംഗ് ഡേയ്സിൽ ഇതൊന്നും തൊട്ട് പോകരുതെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. കാരണം നമുക്ക് വോയിസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ RJ ആയപ്പോൾ എല്ലാവരും പറയും ഇനി മുതൽ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, ഇനി മുതൽ ചൂടുവെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനൊന്നുമില്ല, പാട്ടുപാടാനല്ലോ. എന്താ പറയാ, ഇതുപോലെ പ്രൊഫഷണൽസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇൻഷുർ ചെയ്ത് വെക്കുക എന്നുള്ളത്. നല്ലൊരു ആർട്ടിസ്റ്റ് വേണമെങ്കിൽ സ്വന്തം കൈയെ ഇൻഷുർ ചെയ്യാം, വരയ്ക്കാനായിട്ട് എന്തെങ്കിലും കൈ ഒടിഞ്ഞാൽ. ഫുട്ബോള് കളിക്കുന്നവരുടെ കാലിന് മീൻസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആലോചിക്കാത്തൊരു കാര്യമാണ്. ആലോചിച്ചില്ല, ഇനി ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് ഇൻഷുർ ചെയ്യാതെ മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, പെർസ്പെക്റ്റീവ് പറയാം. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് നമ്മളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു സംഭവത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിക്കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പം ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി ഒരു ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഷുർ ചെയ്യണം എന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു ഹാൻഡ് മോഡൽ ഉണ്ട്. പുള്ളിക്കാരുടെ കൈ ഇൻഷുർ ചെയ്തേക്കുന്ന ഒരു കൈക്ക് മാത്രം $2 million ആണ് ഇൻഷുർ ചെയ്തേക്കുന്നത്. അപ്പം 2 കൈ ഓൾമോസ്റ്റ് $4 million പക്ഷേ ശബ്ദം പോയാലേ അത് കിട്ടുള്ളൂ. ശബ്ദം പോയാലേ എനിക്ക് വേണ്ട. അല്ല, ഈ ഫുട്ബോളേഴ്സ്ക്ക് അങ്ങനെ ചെയ്യുന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ ന്യൂ തിങ്. ഞാൻ അറിയായിരുന്നു, പക്ഷെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. താങ്ക് യു. എന്താ പറയാ, ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോന്നും അറിയില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും മലയാളം ഇൻഡസ്ട്രിയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അത് ഇതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ മേഖലയിൽ, അതായത് ഇതും ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ്, ഇങ്ങനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും നമ്മളത് ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ റേഡിയോയ്ക്കുള്ളിൽ എനിക്കതൊരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബട്ട് ഔട്ട്സൈഡ് ദ റേഡിയോ, ഐ മീൻ ലൈക്ക് മോഡലിങ്ങിലൊക്കെ എനിക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് എനി അതർ മോഡൽ ഹു ഹാവ് ബിഗിൻഡ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയതുപോലെ ഞാനും തുടങ്ങിയപ്പോൾ കുറേ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഇൻസൈഡ് റേഡിയോ ടച്ച്വുഡ് അങ്ങനെയുള്ള സ്റ്റോറീസും ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ മൂവിയിലൊക്കെ ട്രൈ ചെയ്യാൻ ഇടയ്ക്ക് നോക്കിയ സമയത്ത് ഇതുപോലെ കുറേയധികം ആളുകൾ അപ്രോച്ച് ചെയ്യുകയും, പിന്നെ ഓൾവേസ് ഐ ബിലീവ് ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പരിധി വരെ കാര്യങ്ങളിരിക്കും. എല്ലാം അങ്ങനെയാണെന്നും പറഞ്ഞു ഒരു പരിധി വരെ. പിന്നെ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ട് ആൾക്കാർ അറിയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് കേൾക്കാൻ സാധാരണ ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ അപ്പുറത്ത് കമ്പനിയിൽ നടക്കുന്ന കാര്യമായിരിക്കും, നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ അവരെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു സ്പൈസ്ലെസ് ഇല്ല. പക്ഷേ ഇപ്പൊ സിനിമയിൽ കത്തി നിൽക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ലൈഫ് അറിയാൻ നമുക്കൊരു ഇൻട്രസ്റ്റ്, എനിക്കാണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് ഷാറുഖ് ഖാൻ ചെയ്തത് എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. ഇപ്പം മോഡലിങ്ങിൽ കയറുമ്പോഴാണ് ശരിക്കും ഞാനിത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയാവോ അതിനെ എന്നെനിക്ക് അറിയില്ല. ആ ഒരു വാക്കിൻ്റെ ഒക്കെ അർത്ഥമൊക്കെ അറിയുന്നതിന് മുന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടില്ല. ലിറ്ററലി ആൾക്കാർ സംസാരിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു. പക്ഷേ ഐ ഓൾവേസ് ബിലീവ് എനിക്കത് വേണ്ട, അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ട് കിട്ടാറുണ്ടെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, ഇത് പോയാൽ വേറൊരു ഓപ്പർച്യൂണിറ്റി വരും. എന്നിട്ട് എന്ത് വലുത് കിട്ടി എന്ന് ചോദിക്കേണ്ട. പക്ഷേ ഐ ഡിഡ്ന്റ് ലൂസ് എനിത്തിങ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. എനിക്ക് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മീഡിയ അല്ലെങ്കിൽ ഇതിൽ മാത്രമല്ല, ഐ ബിലീവ് എവറി ഫീൽഡ് ഇസ് ദെയർ. അത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വാർത്തകൾ പുറത്തു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പണ്ട് തൊട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു കാര്യമുള്ളൂ, ഇൻക്ലൂഡിങ് മൈ പേരൻസ്, മീഡിയ എന്ന് പറയുമ്പോൾ എന്തോ വലിയ ബൂമാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെയാണ് എന്നുള്ളൊരു വർത്തമാനം ഇസ് ദെയർ. സോ അതിലെപ്പോഴും ഒരു ആണി എക്സ്ട്രാ അടിക്കാൻ പറ്റുമെങ്കിൽ ദേ വിൽ നോട്ട് ലൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അവരത് യൂസ് ചെയ്യത്തേ ഉള്ളൂ. ഈ നടന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല പറയണം. ഐ ടോട്ടലി റെസ്പെക്ട് ആൻഡ് അഗ്രി വിത്ത് ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഇപ്പുറത്തൊരു സൈഡും കൂടെ ഉണ്ട്. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിനങ്ങ് അടിച്ചിടയ്ക്കുന്നതിന്, കാരണം എനിക്കിടയ്ക്ക് വിഷമം എന്നല്ല, ഐ വാസ് ലിറ്റിൽ കൺസേൺ ബിക്കോസ് ഇത് ഹോൾ മലയാളം ഇൻഡസ്ട്രീനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഈ 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ വി വർ വെരി പ്രൗഡ്. ഒരുപാട് മലയാളം സിനിമകൾ പാൻ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്നു എന്നുള്ളത്. കാരണം പല അതർ ഇൻഡസ്ട്രീസ് മലയാളത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ അവർക്ക് അസൂയായിരുന്നു. കണ്ടിന്യൂസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഹിറ്റാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. സോ അവരുടെ കണ്ണു
വെച്ചതാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു ബിഗസ്റ്റ് ന്യൂസ് ഉണ്ടായി. അപ്പം എൻ്റെ അറിവിലും ഈ പറയുന്ന പല പ്രശ്നങ്ങളും പണ്ട് മുതലേ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഞാനും ഈ ഫിലിം ഫീൽഡുമായിട്ട് ഒത്തിരി ബന്ധമുള്ളതായിരുന്നു, ഒത്തിരി ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഞാനും പല കഥകളും പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോംസിൻ്റെയും ഒരു ഇതുകൊണ്ട് പിന്നെ ആൾക്കാർക്കുള്ള ആവേശം കൂടുന്നത് കൊണ്ടും ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് ആക്സസ് കൂടുതലാണല്ലോ, ആർക്കും എന്തോ എവിടെയോ ഒന്ന് പറയാം. അപ്പൊ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി പരിചയമുള്ള ഒരുപാട് മെയിൽ മോഡൽസിന് ഇതുപോലത്തെ കുറേ കഥകൾ അറിയാം. പക്ഷെ അതൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ മേ ബി ആ ഒരു മോഡലിംഗ് ഫീൽഡിൽ ഒരുപാട് ആൺ സുഹൃത്തുക്കൾക്ക് ഇതുപോലത്തെ കഥകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു വർക്ക് ഇൻ ദാറ്റ് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ അതൊരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ആൺകുട്ടികൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എല്ലാ മേഖലയിലും പ്രശ്നം ഉണ്ടെന്ന് പറയണേ. ഈവൻ ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങളും പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. റീസെന്റ് ഒരു ഫോട്ടോഗ്രാഫർക്ക് ഭയങ്കര ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു. ബിക്കോസ് ആ വീഡിയോ കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി ഹോറിഫൈങ്. കാരണം പുള്ളിയുടെ അലർച്ചയും, കാരണം അവരുടെ കല്യാണത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളെ വിളിക്കുന്നു, എന്നിട്ട് അവർ തന്നെ എത്ര മോശമായിട്ട് നിങ്ങളോട് പെരുമാറുന്നു. മീൻ ഹാവ് യു ഗൈസ് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല? പക്ഷേ പല രീതിയിലും നമ്മൾ അത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണത്തിന് വെഡിങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ വെഡിങ് ഷൂട്ടിന് പോകുമ്പോൾ ഈ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന റൂം വേറെയും നമുക്ക് തരുന്ന റൂം വേറെയൊക്കെ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ലോഡ്ജ് ആയിരിക്കും, ഈ അല്ലാതെ വരുന്നവർക്ക് ഏതെങ്കിലും ഒരു മിനിമം ഒരു 3-4 സ്റ്റാർ ഹോട്ടലെങ്കിലും ഉണ്ടാവും. പക്ഷെ ഒരുപാട് നല്ല ക്ലയൻസുകളും ഉണ്ട്. നമുക്ക് നല്ല അതുപോലെ നല്ല റെസ്പെക്ട് തന്നിട്ടുള്ള ഒരുപാട് നല്ല ക്ലയൻസ് ഉണ്ട്. അവരൊക്കെ നല്ല ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ആ കാലത്ത് ചെയ്ത കല്യാണങ്ങളുടെ ബാക്കിയായിട്ട് ഇപ്പോഴും പല ഇതും വരുന്നുണ്ട്. ഐ തിങ്ക് ഇത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാരിലേക്ക് എല്ലാ കൊട്ടയിലും ഒരു ചീഞ്ഞപ്പഴം കാണും. ഉറപ്പായിട്ടും അത് ആ കമ്മ്യൂണിറ്റിന്റെ മൊത്തത്തിലൊരു ചീത്തപ്പേരായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ ആൾക്കാർ കാണുന്ന രീതിയാണ് പ്രശ്നം. നമ്മുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ ചിന്താഗതി ഇങ്ങനെയാണ്. ഇപ്പം ഇവൻ പൈസ ഉണ്ടാക്കുന്നുണ്ടോ പൈസ ഉണ്ടാക്കുന്നില്ലേ എന്നുള്ളത്. ചിലരുടെ വിചാരം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന്, ചിലരുടെ വിചാരം അവൻ പൈസയെ ഉണ്ടാക്കുന്നില്ല, സമൂഹത്തിന് ഒരു വിലയില്ലാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ കാണും. ശരിക്കുള്ള ജോലിക്ക് ഇതൊക്കെ ഒരു ജോലിയാണോ? ഇപ്പോഴും അത് പലരും പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പം അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ കാണുന്നത് എന്താ, ഒരു പൈസ തരുന്ന ഒരു വ്യക്തി, നമ്മള് ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഒരാള് വിചാരിക്കുന്നത് എന്തോ ജോലിക്ക് വിളിച്ച ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഞാൻ വിളിച്ചിട്ട് ഞാൻ കാശ് കൊടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്ത. ഒരുപക്ഷെ വിളിക്കുന്നതിനേക്കാളും ഇതുള്ള ആൾക്കാരായിരിക്കും ഈ വരുന്നവൻ. ഒരു ആവറേജ് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ എങ്ങനെ പോയാലും ഒരു 10-25 ലക്ഷം രൂപ ചുമ്മാ വരും. ഒരു ഫോട്ടോഗ്രാഫറിന് അത് നല്ല രീതിക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അത് വരും. പിന്നെ അതെങ്ങനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും ഏൺ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണിത്. അപ്പം അതില് ഇവരൊരിക്കലും എന്താ പറയുന്നത് ചുമ്മാ വലിഞ്ഞു കയറി വരുന്ന ആൾക്കാരൊന്നുമല്ല. ആ ഓരോ പ്രൊഫഷനും അതിന്റെ നിങ്ങൾ വിചാരിച്ചാൽ അവരുടെ കല്യാണം വെറും ഒരു ഓർമ്മയായി ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നില്ല, ഫുഡ് കൊടുത്തില്ല ഫോട്ടോഗ്രാഫർ ഡിലീറ്റ് ചെയ്തിട്ട് ഫോട്ടോസ്. അങ്ങനെ ഒരു സ്നാപ്പിന് കാര്യങ്ങൾ ഡിലീറ്റ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു മൊമെന്റ് ആണ്. അതിനെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ സ്കിൽഡ് ആയിരിക്കണം. അവനത് എടുക്കാനുള്ള കഴിവുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഈ ഇരിക്കുന്നവർക്ക് എടുത്തു. അപ്പം ഇത്രയും വലിയ എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അവൻ ആ സമയത്ത് ആ ഫോട്ടോ എടുത്തിട്ട് അതിൽ ഏറ്റവും ഭംഗിയുള്ള മൊമെന്റ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഏറ്റവും ഭംഗിയുള്ള ഫ്രെയിമിലായിരിക്കും എടുക്കുക. അത്രയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ചെയ്ത് അവർക്കത് കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അത് എടുത്ത് നോക്കുമ്പോൾ ആ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആ ഒരു വാല്യൂ അവർക്ക് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ബന്ധുക്കൾ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ആയിരിക്കും അല്ലേ? ഞാൻ തന്നെ പേഴ്സണലി കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണം ലേറ്റ് താലികെട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ ബാക്ക് കാണാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ല, ഇതുപോലെ നമുക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു കല്യാണം, ഒരു ഹിന്ദു വെഡിങ് മണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും അവനും ഉണ്ടെന്നു. അപ്പോൾ നമ്മൾ നിൽക്കുക. അപ്പം ഈ താലി കെട്ടുന്നത് ഇങ്ങനെ കെട്ടുന്ന സമയത്ത് നടുവിലൊരു വിളക്കുണ്ട്, മറ്റേ വലിയ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വിളക്ക് ഒന്ന് സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല ഫ്രെയിം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. കെട്ടുന്നത് കിട്ടും, ഇതാണ് നമ്മുടെ ആവശ്യം. കിട്ടണമല്ലോ. കാരണം ഒരു വന്നു അത് പറ്റത്തില്ല, ഇവിടെ ഒരു സാധനം മാറ്റിയുള്ള പരിപാടിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ശരി, ഈ കെട്ടുന്ന സാധനമൊന്നും കിട്ടത്തില്ല, അതിന് ഉറപ്പ് തരും എന്നതാ
കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, പയ്യന്റെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇത് അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് താലികെട്ടില്ലാത്ത കല്യാണ വീഡിയോ ഒരു കുഴപ്പമില്ല, നമ്മളത് അംഗീകരിച്ചു മാറി നിന്നെടുത്തോളാം. ഓക്കെ ആണോ? അപ്പൊ അതെടുത്ത് മാറ്റിക്കൊണ്ടു. ഇതാണ് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതല്ല, നമുക്ക് ഈ കല്യാണം മുടക്കാനല്ലല്ലോ പോകുന്നത്, അതെടുക്കാൻ പോകുന്നത്. ഈ കല്യാണം മുടക്കികളായിട്ട് വരുന്നവരാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, മെയിൻ അമ്മാവന്മാരുണ്ടാവും കുടുംബത്തിൽ, അന്നേ വരെ കാണത്തില്ല ഫാമിലിയില്. പക്ഷെ ഒരു കല്യാണം വരുമ്പോ ചെക്കനും പെണ്ണും പോലും കണ്ടിട്ടുണ്ടാവില്ല ആ മൊമെന്റിൽ എവിടെന്നോ പൊട്ടി മുളച്ചു വീഴുന്ന അമ്മാവന്മാർ. യെസ്, ഇത് കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. കളർ മാറിപ്പോയതിന് പോലീസ് കേസ് കൊടുക്കുക. ഒരു പ്രിന്റ് അടിക്കുമ്പോ ഒരു സാരിയുടെ കളർ മാറി എന്ന് പറഞ്ഞ് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ലോജിക്കലായത് കൊടുത്തത്? ഒരു ചില കളേഴ്സ് ഉണ്ട്, ഇപ്പം ചില കളേഴ്സ് ഒക്കെ ചിലപ്പോൾ ക്യാമറയിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ 2 ഷെയ്ഡ് ഉള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ അത് ചില ടീൽ ഗ്രീൻ ഇതിന്റെയൊക്കെ ചിലപ്പോൾ ഈ സെൻസറിൽ പിടിക്കത്തില്ല. കാര്യം ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും അത് ലൈറ്റ് ക്യാപ്ചർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ആ പ്രിന്ററിൽ ആകെ ഇത്ര കളർ വെച്ചാണല്ലോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിനകത്ത് കിട്ടത്തില്ല. ഈ കളർ കിട്ടാത്തതിന് പറയാം, ഇത് ഞാൻ അങ്ങ് അവിടെ പോയി കണ്ടുപിടിച്ച സാരിയാണ്, അത് അതിൽ വന്നിട്ടില്ല, നിങ്ങൾ എന്തായാലും എനിക്ക് കളർ വേണം, എന്റെ സാരി ഇതല്ല, എന്റെ സാരി ഇതല്ലേ. ഇതുപോലെ അത് പോലീസ് സ്റ്റേഷനിൽ മീൻസ് കേസായി, അത് കൊണ്ടുപോയി. അപ്പോഴത്തേക്കും പോലീസ് നോക്കിയിട്ട് എന്താണ് പ്രശ്നം? അത് സാർ സാരി ഇതല്ല, കളർ മാറി എന്നൊക്കെയാ പറയുന്നത്. പോലീസ് ഇങ്ങോട്ട് ചോദിച്ചു, അവന്റെ ഭാര്യ മാറിപ്പോയെന്നല്ല പറഞ്ഞു. പൈസ വല്ല തരാനുണ്ടോ? അതാണ് അതിന്റെ പ്രശ്നം. എന്നിട്ട് പൈസ തന്നോ? ഇല്ല. അപ്പം എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ റിട്ടയർഡ് ആയപ്പോ നമ്മളെ വിളിച്ച് ഫോട്ടോ എടുപ്പിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തും നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ വേറൊരു സംഭവമാണ്, നമ്മുടെ കല്യാണ സമയത്ത് ഫോട്ടോ എടുത്ത് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് സോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാനോ ഒക്കെ കൊടുക്കും. അപ്പം ഈ കൊടുത്തതിന് ശേഷം ഇവരോട് പറയും, ഓക്കെ ഇത്ര ദിവസത്തിനകത്ത് ഒരാഴ്ചക്കകത്ത് തരണം എന്ന് പറയും. കല്യാണം കഴിഞ്ഞാൽ ഇവരുടെ പരിപാടിക്ക് പോകും. ഇതിനെ പറ്റിയൊന്നും ആലോചിക്കത്തില്ല. പിന്നെ ഇവർ തിരിച്ചു വരുന്നത് 2 മാസം 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ പുറകിന് വിളിക്കുന്നുണ്ടാവും, ആരും ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഈ റെസ്പോണ്ടൊന്നും ചെയ്യാതിരുന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യമേ വിളിക്കുന്നത് നമ്മളായിരിക്കും. എവിടെ? കല്യാണം കഴിഞ്ഞ് 4 മാസമായി. എവിടെ? ഫോട്ടോ എവിടെ? ആൽബം എവിടെ? വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നത്. അതല്ല, നിങ്ങൾ തന്നില്ല. പിന്നെ കംപ്ലീറ്റ് കുറ്റം നമ്മളെ. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഏകദേശം ഇപ്പോൾ ഒരു 8 വർഷത്തോളം ആയി ആ ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വിത്തിൻ 24 hours കംപ്ലീറ്റ് എഡിറ്റഡ് ഫോട്ടോസ് ആ ഇവന്റിൽ നടന്ന എന്താണോ അത് അവർക്കൊരു ചോയ്സ് കൊടുക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഈ 24 മണിക്കൂറിനകത്ത് നമ്മൾ എല്ലാ ഫോട്ടോസും ഡെലിവറി ചെയ്തിരിക്കും. ആദ്യം നമ്മളത് കൊണ്ടുവന്നു, നമ്മളത് ഒറ്റയ്ക്ക് അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, ആ സാധനത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ അതിന് ബാക്കിയുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി അതെങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചു. അതിപ്പോ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അടി ഒഴിവാക്കാനുള്ള 101 വഴികൾ. ഈ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ചതാ, പണ്ടൊക്കെ ആൾക്കാർക്ക് ഈ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു റെസ്പെക്ട് എന്തായാലും പണ്ട് ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പണ്ട് നമ്മൾ വെറും ബ്യൂട്ടീഷ്യൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ കല്യാണ കാലത്ത് അവർ കഥ പറയുമ്പോൾ കേൾക്കാം, ബ്യൂട്ടീഷ്യനൊക്കെ മറ്റേ വിലയാണ് കേട്ടോ, കാരണം അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ബ്രൈഡൽ സീസണിൽ ഉണ്ടാക്കുന്ന കാശ്, എൻ്റെ വളരെ ക്ലോസ് ഒരു പുള്ളിക്കാരി പറയാനായിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഓണസ്റ്റ്ലി എനിക്ക് പോലും അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും, ആ കാലത്ത് വല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ പണ്ട് കാലത്ത് ഇതൊന്നും സമൂഹത്തിൽ അത്രയും വില ഉണ്ടായിരിക്കില്ല എന്ന് കരുതുന്ന മേഖലകളായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കര കത്തി നിൽക്കുന്നത്. യെസ്, വരുന്നുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എവിടേക്കോ. ഞാൻ ചോദിക്കുന്നത് ഈ താങ്കളുടെ ഒരു ജോലി സ്ഥലത്ത് എങ്ങനെയാണ് വെല്ലുവിളി നിൽക്കുന്നത്? എല്ലാ മേഖലയിലുള്ള സംഭവം തന്നെ എഐക്ക് ഒരിക്കലും ഹ്യൂമൻ ഇന്റലിജൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യുന്ന കുറെ ആർജി പരിപാടികളുണ്ട്. അടുത്ത ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റേ ChatGPTയുടെ അടുത്ത സാധനത്തില് ഇപ്പൊ നിൽക്കുന്നത് 2nd സ്റ്റേജിലാണ്. 3rd സ്റ്റേജില് ChatGPTക്ക് ടേക്ക് ആക്ഷൻസ് ഓൺ ഇറ്റ്സ് ഓൺ. 4th സ്റ്റേജിൽ ഇറ്റ് ക്യാൻ ഇൻവെന്റ് സ്റ്റഫ്. 5th സ്റ്റേജിൽ ഇറ്റ് ക്യാൻ റീപ്ലേസ് an entire organization. ബേസിക്കലി ഇപ്പോഴും അതൊരു മെഷീൻ ലേണിംഗിലാണ് വർക്ക് ആവുന്നത്. കംപ്ലീറ്റ് AI എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ആവുന്നത് ഈ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോഴും റീപ്ലേസ് ആവാൻ വലിയ ചാൻസ് ഇല്ല. എന്തായാലും നമ്മൾ പഠിക്കുന്നവരൊക്കെ നമുക്ക് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ പ്രശ്നം ആയിക്കോട്ടെ.
ഇപ്പം നമ്മുടെ കമ്പനി തന്നെ മൈൻക്രാഫ്റ്റിൽ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഒരുപാട് സാധനത്തിൽ നമ്മൾ എ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്, മാറ്റി നിർത്തുമല്ല. നമ്മുടെ വർക്ക് ഫ്ലോയെ ഭയങ്കര സ്പീഡാക്കി നമ്മുടെ എഫിഷ്യൻസി കൂട്ടി ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് അതുപോലെ കൂടുന്നുണ്ട്, നമ്മുടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി അതുപോലെ കൂടുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ വർക്ക്സിനെ ഇന്ററപ്റ്റ് ചെയ്യാതെ അതിനെ ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻസ് തരുന്ന രീതിയിൽ AI is good. നല്ല ടൂളായിട്ട് യൂസ് ചെയ്ത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ജോലി പോകുന്ന കേസൊന്നും we don't have to think about it right now, I guess. കാരണം നമ്മുടെ ഈ മറ്റേ പണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പം ആൾക്കാർ പറഞ്ഞു അവരുടെ ജോലി പോയി, മെഷീൻസ് ഒന്നും പറ്റില്ല. പക്ഷെ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. അതുപോലെ ഇതൊരു പുതിയ റെവല്യൂഷനാണ്. നമ്മൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാൽ നമ്മൾ അവിടെ തന്നെ കാണും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഇതൊരു പ്രൊഫഷണൽ ജോലിയാണ്. ഇതിന് നമ്മളിപ്പോ എല്ലാ ജോലിയും മരണം വരെ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അവസാനം വരെ പോകണമെന്നൊന്നുമില്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറാം. അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കില്ല് കൊണ്ട് നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ഏതൊരു മേഖലയായിരിക്കാം? ബേസിക്കലി ഇവിടെ RJ ആയിട്ട് വർക്ക് ചെയ്ത് ഇവിടുന്ന് എന്താ പറയുക റിസൈൻ ചെയ്ത് പോകുന്ന ആൾക്കാർ അവർ മേ ബി വേറൊരു സ്റ്റേഷനിൽ RJ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. RJക്ക് മുകളിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിലൊരു പ്രോഗ്രാമിംഗ് ഹെഡാണ് വരുന്നത്. അതിനൊരു RJ ആയിട്ടൊരു കണക്ഷൻ ഇല്ല. പ്രോഗ്രാമിംഗ് ഹെഡ് എന്ന് പറയുമ്പം RJസിൻ്റെ പ്രോഗ്രാമിംഗ് ടീമിനെയാണ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവർക്കൊരിക്കലും വന്നത് റേഡിയോയിൽ ഒരു RJനെ പോലെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ജോലിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാനും പറ്റത്തില്ല. RJ ഈസ് ഒരു ഏലിയൻ സോൺ പോലത്തെ ഒരു സംഭവമാണ്. ഇനി ഇവിടുന്ന് പുറത്തു പോവുകയാണെങ്കിൽ വേറൊരു മീഡിയ ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഈ പറയുന്ന പോലെ TV-യുടെ മുന്നിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ VJ സ്കിൽസ് അവിടെ അലോങ് വിത്ത് RJ സ്കിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ പറയുന്ന പോലെ ഒരുപാട് RJs ഉണ്ട്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന, പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി ഇതൊന്നും ബന്ധമില്ലാത്ത ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇത് ഒരു ഏലിയൻ സോണാണ് ഞാൻ ഈ പറഞ്ഞ പോലെ. അപ്പം ഇതിൽ അടുത്തത് എന്ത് പറഞ്ഞ ഒരു കണക്ഷൻ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഇതിന് ആ ഒരു കണക്ഷൻ ഇല്ല. ആ ഒരു സംഭവം ഇസ് ദെയർ. പിന്നെ അടുത്തൊരു നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറേ മീഡിയയ്ക്കുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അറിവ് കിട്ടും. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹയർ ഗ്രേഡ് നമുക്ക് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബേസിക്കലി. ഇനി വരുന്നവർക്ക് ഒരു കോൺഫിഡൻസോട് കൂടി ഓക്കെ ഇത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്നത് എങ്ങനത്തെ ധൈര്യത്തിലാണോ? അതെ, എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത്. ഇവിടേക്ക് വരേണ്ടത് only if you need it. അത് മാത്രമേ നമുക്ക് ഇതിൽ എൻജപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഏതൊരു IT ഫേമിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒരു സാലറി പാക്കേജ് ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇവിടെ വർക്ക് ചെയ്യാം, ഇന്ന പ്രൊമോഷൻസ് കിട്ടും. അത് നമ്മളിവിടെ പറയുന്നില്ല. only if you have an interest to work ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും കോളേജ് കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും മാത്രമായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന പോലെ ടു സ്പീക്ക് എന്നൊക്കെ ഉള്ള കഴിവുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മളൊരു റേഡിയോയിൽ പോകുമ്പോൾ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിനുള്ളിൽ നമ്മൾ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഈ പറയുന്ന പോലെ ആർക്കും ഒരു ലൈഫ് ലോങ് ജോബായിട്ട് നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ദിസ് എ ഫൺ ജോബ്. മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്ടറാണ്. അപ്പം ഒരിക്കലും പല ആൾക്കാരും ഉണ്ടാവും ഈ ഒരു ഫീൽഡിൽ തന്നെ ലൈഫ് ലോങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് RJs ഒക്കെ ഇങ്ങനെ ലൈഫ് ലോങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ നമുക്ക് മാക്സിമം നമ്മൾ ഈ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും ഉള്ളത്. സോ ഇഫ് യു ഹാവ് ആൻ ഇൻട്രസ്റ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. എല്ലാ ജോലിക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഇതിന്റെ ഒരു തുടക്കം കുറച്ച് ആകാശവാണിയിലൊരു ഇതാണ് തുടങ്ങിയത്. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പം നമുക്ക് റേഡിയോ ഉണ്ട്, FM ഉണ്ട്. അപ്പം ഇനി വേറൊരു തലമുറ വരുമ്പോൾ ഇത് ഇവോൾവ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ ഒത്തിരി ഇവല്യൂഷൻ നടക്കുന്നുണ്ട് ഇതിൽ. അപ്പം ഇതിന്റെ ബിക്കോസ് ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന ആളെന്നുള്ള സ്ഥിതിയിൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? വെർ ഡു യു സീ ഇതിന്റെ ഒരു ഫ്യൂച്ചർ അടുത്തൊരു 100 വർഷം കഴിയുമ്പോൾ ഈ ഒരു ഇതിന്റെ എങ്ങനെ ഇപ്പൊ നടക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല മേ ബി നെക്സ്റ്റ്. കാരണം ഇപ്പൊ കറന്റ് ഒരു ഡിജിറ്റൽ റേഡിയോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇതൊരു 10 വർഷം മുന്നേ ഈ സംഭവം ഇല്ലായിരുന്നു. റേഡിയോ എന്ന് പറയുമ്പോൾ ഒള്ളി നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് മാറിയതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു സ്ഥാനം റേഡിയോയ്ക്ക് വന്നു തുടങ്ങി. ഡിജിറ്റലി ആൾക്കാർ റേഡിയോനെ കാണാനായിട്ട് തുടങ്ങി. കേൾക്കുക മാത്രമല്ല റേഡിയോനെ കാണാൻ കൂടെ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഇപ്പോഴാണ് കറന്റ്ലി വന്നത്.
വന്നത്. സോ ഈ പറയുന്ന പോലെ അടുത്ത 10 വർഷത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ചിലപ്പോൾ ഈ പറയുന്ന പോലെ അഗെയിൻ ബാക്ക് ടു നോർമൽ പണ്ടത്തെ പോലെ ആവാം. മനസ്സിലായില്ല, നമുക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോണേന്ന്. ചിലപ്പോൾ RJs ഓൺ ഗ്രൗണ്ട് ചെയ്യുന്ന പുതിയ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കും, വിച്ച് ഇസ് ഓൾറെഡി ദയർ കറൻ്റ്ലി അതുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും മേ ബി വരാൻ പോണത്. പിന്നെ ഇത് എങ്ങനെ പോയാലും ഒരു ലിമിറ്റഡ് കേർവ് ആണ് ഇതിൽ ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കൊന്നുമില്ല. വി നോ വാട്ട് ഇറ്റ് ഇസ്, അതിലേ നമുക്ക് നിന്ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ കരിയറിനെ പറ്റി പറഞ്ഞു, നമ്മുടെ സ്കില്ല്, അത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും പല മേഖലകളിലും നമുക്ക് പല സാധ്യതകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ജോലി ചെയ്തതുകൊണ്ട് നമ്മൾ അത് മാത്രം ചെയ്ത് ജീവിച്ച് പോകണം എന്നുള്ളതല്ല. ഇതിനകത്തുനിന്ന് പല രീതിയിലും നമ്മുടെ പല മേഖലകളിലേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മേഖലയിലും നമുക്ക് പോകാനുള്ള അവസരങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്ര നല്ലൊരു മേഖലയാണെന്നാണ് അഭിപ്രായം. ലിമിറ്റഡ് അല്ല, നമുക്ക് ഓപ്പണിംഗ് ഒരുപാടുണ്ട്. അതാണ് സർ. ഇനി RJ എന്നുള്ള രീതിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ധൈര്യമായിട്ട് പോകാനും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു സംഭവം. RJസിനെ പറ്റി അധികം ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ RJ ഒരു റെഫറൻസ് എടുക്കാൻ ആർക്കും അധികം ഉണ്ടാവില്ല. സോ ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണ് ആ റെഫറൻസ്. നമ്പർ 1. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Yes. താങ്ക് യു സോ മച്ച്. Thank you so much.